ഒട്ടുമിക്ക മാരുതി കാറുകളിലും കാണുന്ന ഒരു ഫോഗ് ലാമ്പാണിത്. പക്ഷേ ഇതിൽ ബൾബ് ഫീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ്. അപ്പോൾ സാധാരണ സ്വിഫ്റ്റ് കാറുകളിലെല്ലാം ഈ ഫ്ലാപ്പ് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് നമുക്ക് ഈ ബൾബ് അഴിച്ച് ഫിറ്റ് ചെയ്യാം. പക്ഷേ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലാണ് സ്ക്രൂ. അത് കാരണം നമുക്ക് നമ്മൾ ഈ ബോഡി മൊത്തം ഒഴിക്കേണ്ടി വന്നു. കണ്ടില്ലേ, നമ്മൾ ബോഡി മൊത്തം അഴിച്ചിരിക്കുകയാണ്. ഇതിനകത്തായിട്ടാണ് ഈ സ്ക്രൂ വരുന്നത്. സാധാരണ ഇത് മുന്നിലായിരിക്കും, ഇത് പക്ഷേ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഈ ബോഡി മൊത്തം അഴിക്കേണ്ടി വന്നു. ഫ്രണ്ടിലെ ബമ്പർ മൊത്തം അഴിച്ചപ്പോൾ ഇതാണ് അവസ്ഥ വണ്ടിയുടെ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ മാറ്റാൻ പോകുന്ന ഫോഗ് ലാമ്പിൻ്റെ ഫ്ലാപ്പ്. ഈ കാണുന്നത് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ഒരു ഹോൾഡർ, ബൾബ് ഹോൾഡർ. ഇത് പൊട്ടിപ്പോയത് കാരണമാണ് ഇതിലിങ്ങനെ. ഞാൻ അപ്പുറത്തെ ഇതിൽ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പ്. ഇത് ഓൾറെഡി കമ്പനി ഫിറ്റഡ് ആണ്. ഇത് നമ്മൾ മാറ്റിയിട്ട് ഒരു LED റിമോട്ട് സെൻസ് ചെയ്യുന്ന ഒരു ബൾബാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫോഗ് ലാമ്പ് കാണുക. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തിരിച്ചിട്ട് കയറ്റുന്ന ഒരു ബൾബ്. ഈ കാണുന്നതാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഫോഗ് ലാമ്പിൻ്റെ ബൾബ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 600 രൂപയ്ക്കാണ് വാങ്ങിച്ചത്, പ്ലസ് ഡെലിവറി ചാർജ് ഉണ്ട്. ഇതാണ് റിമോട്ട്. ഇതിൽ ഈ കാണുന്ന എല്ലാ കളറുകളും നമുക്കിതിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു 4 സൈഡുള്ള LED സ്ട്രിപ്പാണിത്. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇതിൻ്റെ അകത്ത് കയറ്റാൻ. അപ്പോൾ നമ്മൾ ഇനി ഇതിലിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ അകത്തോട്ട് ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ച് വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ നിന്നോളും. എന്നിട്ട് നമ്മൾ ഇതിൽ ബൾബിൻ്റെ ഹോൾഡർ ഫിറ്റ് ചെയ്യും. ഈ റിമോട്ടിൽ തന്നെ പല സെറ്റപ്പുകളും ഉണ്ട്. അതായത് ഏറ്റവും മേലെ തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. പിന്നെ ഓൺ ഓഫ് ഉണ്ട്. പിന്നെ റെഡ്, ഗ്രീൻ, ബ്ലൂ ലൈറ്റുകളാണ്. പിന്നെ അതിൻ്റെ കുറേ വെറൈറ്റീസ് ആയിട്ട്, അതായത് 12 വെറൈറ്റീസ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം ബൾബിൻ്റെ. ഇതിലെല്ലാം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഓരോരോ കളറ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യാം. പിന്നെ അത് കൂടാതെ ഇവിടെ സൈഡിലായിട്ട് ഫ്ലാഷ്, സ്ട്രോബ്, ഫെയ്ഡ്, സ്മൂത്ത് എന്നൊക്കെ ഉണ്ട്. അതായത് നല്ല പ്രകാശത്തിൻ്റെ ഒരു മാറ്റം വരുത്തുന്ന ഒരു സെറ്റപ്പുകളാണ്. ഒക്കെ നമുക്ക് കൂടുതലായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. കാറിൻ്റെ ബമ്പർ അഴിക്കാൻ നമുക്ക് വേണ്ടത് 2 സ്പാനറും അതുപോലെ സ്റ്റാർ സ്ക്രൂ ഡ്രൈവറുകളാണ് വേണ്ടത്, വേറെ ഒന്നും വേണ്ട. നമ്മളിപ്പോൾ LED ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കളർ മാറിക്കൊണ്ടിരിക്കുന്നത്. ആഹാ, നമുക്ക് റിമോട്ടിൽ ഇങ്ങനെ ഓരോന്നും മാറ്റി നോക്കാം ഡിസൈൻസ്. ഇപ്പോൾ റെഡ് ആയിട്ടുണ്ട്, യെല്ലോ, കുറച്ച് രാത്രിയാണെങ്കിൽ നമുക്ക് ക്ലിയറായി അറിയാൻ പറ്റും. എന്നാലും ഇപ്പോൾ കുറച്ച് അറിയുന്നുണ്ട് കളറൊക്കെ അത്യാവശ്യം. നമുക്കിനി ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ റിമോട്ട് കൊണ്ട് വേറൊരു സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഓരോ ലൈറ്റ്, നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് മാത്രം ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അതുപോലെ കളറ് മാറ്റാം. നമുക്കിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡത്തെ ബൾബ് മാത്രം ഒന്ന് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ, അത് മാത്രം ഓൺ ആയിട്ടുള്ളൂ, ഇത് ഓൺ ആയിട്ടില്ല. ഇനി റിമോട്ട് തിരിച്ച് പിടിച്ചിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറ്റി റൈറ്റ് സൈഡിൽ ഓൺ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. ഇപ്പോൾ ഓൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമുക്കിത് ഫുൾ സെറ്റപ്പ്. അപ്പോൾ നമുക്കിനി തിരിച്ച് ബമ്പർ ഫിറ്റ് ചെയ്യാം. ബമ്പർ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കാർ എങ്ങനെയാണെന്ന്, ലുക്കുണ്ടോ, മാറിയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ വണ്ടി ഓൺ ചെയ്തിട്ട് നമുക്ക് ഇനി ഫോഗ് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ബ്ലിങ്ക് ചെയ്യുന്ന രീതി. ഇത് നമുക്ക് വേറെ സെറ്റിങ്സ് നോക്കാം, ഫ്ലാഷ് അല്ലാതെ. ആഹാ, കൊള്ളാം. മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലൈറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞു റിമോട്ടാണ്, ഇതിന് പവർ ഭയങ്കര കമ്മിയാണ്. അതുകൊണ്ട് നമുക്ക് കാറിൻ്റെ ഉള്ളിലിരുന്ന് ഇതിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാറിന് പുറത്ത് വന്നിട്ട് ഈ ബൾബിന് നേരെ പിടിച്ചിട്ട് വേണം ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ. എന്നാൽ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ.
വൈറ്റ് ലൈറ്റ്. ഇനി റെഡ് ഒന്ന് നോക്കാം. പേഴ്സണലായിട്ട് റെഡും ബ്ലൂ ആണ് കളർ ഇഷ്ടമായത്. റെഡ് ഒരു രക്ഷയില്ല, അപാരമായ ഒരു അപ്പീലാണ് റെഡ് കത്തുന്നത് കാണുമ്പോൾ. ചെറിയ പവറുള്ള LED ബൾബാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് നമ്മൾ ഒരു ബുദ്ധിമുട്ട് കൊടുക്കുന്നില്ല ഇതുകൊണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ യു ദെൻ. ബൈ ബൈ.